ആൽബി തുടക്കം തൊട്ടേ എന്റെ ഉള്ളിലൊരു കലാകാരൻ ഉറങ്ങിക്കിടപ്പെടുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെന്താണ് സാധനം? അതിന് പ്രാന്താണ്. மயிலாட்ட பாத்திரிக்கை புலியாட்ட பாத்திரிக்கை இதென்னாட்டம்? சென்னையில் புதிதாக டான்சிங் வைரஸ் என்ற ஒரு வைரஸ் பரவி வருகிறது. ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത there is no vaccination, no treatment protocol. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ഇങ്ങനെയൊക്കെ നിന്റെയൊക്കെ പറഞ്ഞ സ്വാഭാവിക മരണമായിരിക്കും. അതെന്താ? ഇവനെയൊക്കെ നാട്ടുകാർ തല്ലി കൊല്ലുന്നേ. അതെങ്ങനെ സ്വാഭാവിക മരണം? നിന്റെയൊക്കെ കയ്യിലിരിപ്പ് വെച്ചത് സ്വാഭാവികമാണല്ലോ. എന്നതാടാ ഇത്? മഴവില്ലോ? ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. സായിപ്പന്മാരുടെ മുമ്പിൽ പുളകം കൊണ്ടാടാനുള്ളതാണ് ഈ വേഷം. മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. വന്ന് അടുത്ത കോമഡി. നിന്നെ ഞാൻ നമ്മുടെ വെല്ലിച്ചനെ പരിചയപ്പെടുത്താം. എന്തിനി? പിശാചിനെ പഠിക്കുന്ന അച്ഛനാണ്. നീ വന്നേ വാ. ആ മാലക്കയും മൈക്കാവട്ടെ മല്ലാന്തുക്കോ മടിയിലെ പ്രത്യേക ടൈപ്പാണ് കച്ചട. ഹാളിട്ടപ്പ സില്ലോൺ സെറ്റ ഹൗസിംഗ് ബോർഡ് കൊടിയിലെ. മോളെ, ദേഹോപദ്രവം തുടങ്ങിയോ? ആ ടിപ്പുരി ടിപ്പുരി സോണിപ്പടി അപ്പ വേനങ്ക അപ്പടി. എന്തിന്റെ കുഞ്ഞാണോ ഇത്? കുസിമിങ്കല്ല കൊറലപ്പെട്ട പോയിടുങ്ങപ്പ എപ്പടി. சென்னையில வண்ணாரப்பேட்டை. മധുരതാ മോശமான പേട്ട. അവനിട്ടേക്കണെന്ന് തൂട്ടാണ് മലമ്പാമ്പിന്റെ തോല. நாங்களா 2K பிள்ளைங்களா, அதனாலதான் மஜாவா சுத்துறதுக்கோசம். அப்படியா? எங்களை பார்த்தாலே அப்படியே ஓ பாடுறா அந்த பொண்ணு மஜாவாகுது அப்படி சொல்லணும். என்ன கோலாடி இது? பூர்வத்துல என்னம்மா? கொடி புள்ளிங்கோ, லேடிஸ் புள்ளிங்கோ. நாங்க ஓகே, இந்த 2K லேடிஸ் புள்ளிங்கோ அப்படின்வாங்களே, அது நீங்க தான். நாங்க தான் ഈ ലോകത്തിനൊരു പോക്കേ. ഇത് കടിക്കൂ? ആ ചിലപ്പോ. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? എന്തെങ്കിലും കൊടുത്തു വിട, അല്ലെങ്കിൽ അവിടെ ഒന്ന് കരഞ്ഞോണ്ടിരിക്കും. എടാ, ഇവിടെ നടന്ന പുകിലൊന്നും നീ അറിഞ്ഞില്ലേ? എന്താ പറ്റി? തരൂല. അതെങ്ങനെയാ? ഞാൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി അങ്ങനെ ആവേശിക്കണ്ട കേട്ടാ. ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ഞാൻ അലമ്പുണ്ടാക്കൂടാ. ഒരുമാതിരി കണ്ണി ചോരലത്തെ വർത്താനം പറയടേ. പ്രശ്നം ഉണ്ടാക്കണം. ഇതെന്റെ അപമാനത്തിന്റെ പ്രശ്നമാണ്. എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാകും. മനുഷ്യൻ ഇത്ര ആക്രാന്തം പാടില്ല. കൂടുതൽ പുഴിക്കത്തില്ലടാ. എന്താ ഫീൽ ആയിട്ട് പോവാണോ? എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. നല്ല വിഷമുണ്ടല്ലേ? കുറേശ്ശെ. എല്ലാവരും കൂടി എന്നെ പരീക്കുട്ടിയാക്കി കളഞ്ഞിട്ടാ. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. പോട്ടടാ, എഴുന്നേക്ക്. വാശിക്കാരനാണ് നീ. ഈ മർക്കടമുഷ്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാ. അല്ലേലും കുളവാക്കാൻ നമ്മുടെ പാർട്ടി മിടുക്കന്മാരാ. ഇതെന്നെ പ്രമാദാ. ഇതിവിടെ പെസലൈറ്റ് ഒന്നിറക്കി. ശരിക്കു പറഞ്ഞാൽ അതിലൊരു സത്യമുണ്ട്.
അവിടെ ഞാനും KPC പ്രസിഡന്റും തമ്മിലൊരു തർക്കം ഉണ്ടായിരുന്നു. അത് ശരിയാ. ഇന്ന് കാണാനുള്ളതൊക്കെ നാട്ടുകാരെ കണ്ടു. പത്രസമ്മേളനത്തിന് പോകാന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയാൻ പോവാണ് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രതിപക്ഷ നേതാവിനാണെന്ന് ഞാൻ പറയുന്നു. അത്രയും വേണോ സാർ? കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഞാൻ പറയും ഒരു കാരണവശാലും പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം അത് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടാണ്. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി ഇത് ടീം UDF-നാണ് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എന്ന് അങ്ങ് പറയണം എന്ന് പറഞ്ഞു. എന്നെ സംശയിക്കരുത്. ഞാൻ അങ്ങനെ പറയില്ല, ഞാനത് പ്രതിപക്ഷ നേതാവിന് ക്രെഡിറ്റ് ആണെന്ന് പറയും. ഞാൻ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. വിടൽസിന്റെ ഉസ്താദാണ്. അതുകൊണ്ട് അങ്ങനെ പറയാൻ വന്ന കെ സുധാകരനെ സംസാരിപ്പിക്കാൻ ഇരിക്കാനാണ് ഞാൻ നോക്കിയത്. എങ്ങനെ? ഞാൻ പറയാൻ വേണ്ടി നോക്കിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനാണ് KPC പ്രസിഡന്റ്, ഞാൻ ആദ്യം പറയും എന്ന് പറഞ്ഞപ്പോ ഞാൻ മൈക്ക് നീക്കി വെച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഒരു ഉടായിപ്പിന്റെ മണം അടിക്കുന്നില്ലേ? എന്റെ പൊന്ന് സാറേ, സാറൊന്നും മിണ്ടാതിരിക്കേ. അദ്ദേഹം വാശി പിടിച്ച പോലെ അവസാനം എല്ലാത്തിന്റെയും ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവിനാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇത് തർക്കമായിരുന്നു. എന്തൊരു മണ്ടൻ കഥ അയാൾ പറഞ്ഞത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. അന്ന് എന്റെ ശബ്ദം വളരെ മോശമായിരുന്നു. പിന്നെ KPC പ്രസിഡന്റ് ഓൾമോസ്റ്റ് എല്ലാ കാര്യവും വിശദീകരിച്ചു. ഞാൻ അത് തന്നെ ആവർത്തിക്കണ്ടല്ലോ. എടാ മോനെ, ഈ കഥകളൊക്കെ പുറത്തു കേൾക്കുന്നില്ലേ കുറെ മെക്കാനിക്ക് വിട്ടികൾ? അവന്മാരോട് പറ, എന്റെ അടുത്ത് വേണ്ട. എല്ലേ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. ഇവിടെ പിള്ളേർക്ക് അച്ഛനെ പുല്ല് വിലയാ. സത്യം. എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാവും. എടാ മണ്ടന്മാരെ, നീയൊക്കെ പരസ്പരം അടിച്ച് ചത്തോ? This is the world's biggest comedy page. It's called Indian politics. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ശരി, തോട്ട പൊട്ടിച്ചത്ത പാപ്പന് വെറും ആനമയിൽ ഒട്ടകമാണ്. ഞാൻ വിടുവോ? അല്ലി ഒല്ലി മാഫി മുസ്കലിന് പറഞ്ഞ് റിവേഴ്സ് മിറർ നോക്കിയിട്ട് ഒരൊറ്റ ഇടല. എന്താ പ്ലാനിങ്? എത്ര ഇടി വെട്ടണം അതിലൊരെണ്ണം. ഒരു സ്ട്രോങ് ടീ. ബോംബ് പൊട്ടിയിട്ട് ഞാൻ ചത്തില്ല, പിന്നെയാ അവന്റെ ഒരു പൂത്തിരി. നമ്മളില്ലേ സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. എങ്കിയോ പോയിട്ടടാ നീ, എങ്കിയോ പോയിട്ട. മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഇത് ഞാൻ തകർക്കും. ഭയങ്കരം തന്നെ. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ഒരു കാര്യം ചെയ്യും, ഞാനില്ല, നിങ്ങൾ കളിച്ചോ. ഇപ്പോ നടത്തുന്നത് ഒരു അഭിനയമാണോ അല്ലെങ്കിൽ ഞാൻ നടത്തുന്നത്? ആ ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത് ഇപ്പോൾ ചെയ്യുന്നത് കുറച്ച് കൂടുതലാണ്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ
ഇഷ്ടംപോലെ ഉണ്ട്. അമൃത, ശശി, വർഷ, ശ്രീറാം, ഇന്ദുജ, മുനിവേൽ, റെബ, കാർത്തിക്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. ഞാൻ ചെയ്യുന്ന കാര്യം ഏറ്റവും നല്ല കാര്യമാണെന്നും അത് കൂടുതലല്ലാന്നും എനിക്ക് നല്ല ബോധ്യതയുള്ളത് കൊണ്ടുമാണ് ഞാൻ ചെയ്യുന്നത്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. അച്ചടക്ക ബോധമുള്ള ആൾക്കാരല്ലേ അവിടെ നിൽക്കുന്നത്. അച്ചടക്കത്തിൽ കൂടിയല്ലേ ഇത് പോയിക്കൊണ്ടിരിക്കുന്നു. വ്യക്തമായില്ലേ? അത് വിട്. എനിക്ക് ഒരു പരിവും ആരോടും ഇല്ലല്ലോ. ഭയങ്കരമാണല്ലോ. ഞാനൊരു തുറന്ന പുസ്തകം, സ്ട്രൈറ്റ് ഫോർവേഡാണ്. ഞാൻ വളർന്നു വന്ന ആശയത്തിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എൻ്റെ സംസ്കാരം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് വേറെ സ്റ്റൈലാണ്. എല്ലാവരും എപ്പോഴും റെസ്പെക്ട് ചെയ്യണമെന്നും അവരുമായിട്ട് എപ്പോഴും നല്ല രീതിയിൽ പെരുമാറും. നിനക്ക് പ്രാന്തണ്ട് ഇയാൾ പറഞ്ഞൊക്കെ വിശ്വസിക്കാൻ. ഇയാൾ വാ തുറക്കണം, കള്ളം പറയാൻ, കള്ളുടിക്കേണ്ടി മാത്രം. നമ്മൾ സ്വാഭാവികമായും ഒരാൾക്ക് ബഹുമാനം കൊടുക്കേണ്ടത് അയാൾ പ്രസംഗിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനം കൊടുക്കൂ. എനിക്കതാ ഇഷ്ടം. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അല്ല, അങ്ങ് നിരവധി പൊതുവേദികളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങ് ആരെയും അങ്ങ് തെരഞ്ഞെടുപ്പ് സമയത്ത്, BJP തെരഞ്ഞെടുപ്പ് സമയത്ത് BJPയുടെ മുതിർന്ന നേതാക്കൾ, ഞാൻ പറയട്ടെ നീ ഒന്നും പണയണ്ട. നമ്മൾ തമ്മിൽ ചേരൂല. ഞാൻ പറഞ്ഞു, നമ്മൾ തമ്മിൽ ചേരൂല. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. നിങ്ങളുടെ സംസ്കാരം വേറെ, എന്റെ സംസ്കാരം വേറെ. ഞാൻ ആളെ മകൻ തൊട്ടിയാണെന്ന് അറിയാവില്ല. ഇതിപ്പോ നിർത്തി ഞാൻ എഴുന്നേറ്റ് പോകും. എനിക്കിങ്ങനെ ഇമാതിരിയുള്ള ചോദ്യം ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതല്ല, ഒരുപാട് നേരമായി ചൊറിയുന്നു. എവിടെയാച്ചോ? ഇയാള് ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. അതല്ല, ഈ മാതിരിയുള്ള ചോദ്യങ്ങൾ ചോദ്യം ചോദിക്കേണ്ടതാണ്. ഞാൻ പറയണത് ചേട്ടൻ ഒന്നും പറയണ്ട. ചോദിക്കേണ്ടതാണ്. നിങ്ങൾ പറഞ്ഞു വരുന്നത് രീതി വേറെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. എന്നെ നോയിച്ചല്ലോ ഉദാഹരണം കണ്ട. നിങ്ങൾ എന്താ പറഞ്ഞത്? BJPയുടെ മറ്റേ ഇലക്ഷനിൽ മുതിർന്ന നേതാക്കൾ വന്നപ്പോൾ താങ്കൾ എന്ത് ചെയ്തു? വന്നിട്ടില്ലല്ലോ മനുഷ്യ. സമ്മതിച്ചു. വർത്താനം സമ്മതിച്ചു. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. നിന്നെയൊക്കെ ഞാൻ കാണിച്ചു. നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. നിങ്ങളടുത്ത് എനിക്ക് ഇന്ന ഇന്റർവ്യൂ, നിങ്ങളുടെ സംസ്കാരം വേറെ, എന്റെ സംസ്കാരം വേറെ. ഞാനൊന്ന് തുമ്മിയാലിവിടെ വർഗീയ ലഹളം നടക്കും. അതിന്റെ ഇടയിൽ പെട്ടാ നീ മയ്യത്താവും. എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കും. രാവിലെ എന്റെ സംസ്കാരം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് വേറെ സ്റ്റൈലാണ്. എല്ലാവരും എപ്പോഴും റെസ്പെക്ട് ചെയ്യണമെന്നും അവരുമായിട്ട് എപ്പോഴും നല്ല രീതിയിൽ പെരുമാറും. ഉച്ചക്ക് സമ്മതിച്ചു. നിങ്ങളടുത്ത് എനിക്ക് ഇന്ന ഇന്റർവ്യൂ, നിങ്ങളുടെ സംസ്കാരം വേറെ, എന്റെ സംസ്കാരം വേറെ. ഇനി ഒന്നും ഇങ്ങോട്ട് പറയാൻ കൊടുക്കണ്ട. കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടു. പിന്നെ എന്നെ പഠിപ്പിക്കാൻ നമ്മളൊന്ന് കുറെ കണ്ടാ പോലെ. നിനക്കൊക്കെ എന്നെ ശരിക്കും അറിയാൻ പാടില്ല. അച്ചടക്ക ബോധമുള്ള ആൾക്കാരല്ലേ അവിടെ നിൽക്കുന്നത്. അച്ചടക്കത്തിൽ കൂടിയല്ലേ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു. അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. ഇന്ന് കേരളീയത്തിന്റെ ഉദ്ഘാടന വേദിയുടെ മുൻനിരയിൽ തന്നെ ഭീമൻ രഘു ഉണ്ടായിരുന്നു. പല പെൺകുട്ടികളും അങ്ങനെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസംഗ സമയത്ത് പക്ഷേ എഴുന്നേറ്റില്ല. എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ്, വല്ലതും ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. പ്രസംഗം മുഴുവൻ ഇരുന്നു തന്നെ കേട്ടു. എന്തുകൊണ്ടാണ് ഇന്ന് അങ്ങനെ സംഭവിച്ചത് എന്ന് ഞങ്ങൾ പ്രതികരണം തേടി. ഞങ്ങളുടെ സാന്നിധ്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ അവാർഡ് ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം താങ്കൾ നിന്നിട്ടായിരുന്നു കേട്ടത്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. എനിക്കൊരു സംശയമുണ്ട് സ്വാമി. എന്താ മകനെ? ഇന്ന് എന്തുകൊണ്ടായിരുന്നു ഇരുന്നിട്ട് കേൾക്കാൻ? ആ ചോദ്യത്തിനൊക്കെയുള്ള മറുപടി നേരത്തെ കൊടുത്തു കഴിഞ്ഞു. മനസ്സിലായി. അത് ഞാൻ ഇന്നലെ കണ്ടു. അദ്ദേഹം ഏത് പ്രോഗ്രാമിന് വന്നാലും ഞാൻ എവിടെ ഉണ്ടെങ്കിലും ബാക്ക് സീറ്റിലാണെങ്കിലും ഫ്രണ്ട് സീറ്റിലാണെങ്കിലും ഐ വിൽ ബി സ്റ്റാർ. കാരണം ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യും. ഈ പരിപാടിയിൽ എന്തുകൊണ്ടാണ് നിൽക്കാത്തതെന്ന് അത് കൊള്ളാം. അങ്ങനെ നിൽക്കുള്ളൂ. എന്താ മോളെ നിന്റെ ഈ വാക്കുകൾക്ക് മുമ്പ് ഞാൻ പറയാം. എന്താ ഞാൻ പറയും മോളോട്? ആവശ്യമൊന്നുമില്ല. അതൊക്കെ ബഹുമാനം കൊണ്ടാണ് നിന്നല്ലേ താങ്കൾ? അതെ, അതൊക്കെ അന്ന് ഉള്ള കാര്യങ്ങൾ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? അന്ന് എനിക്ക് വിവരമില്ലല്ലോ. ഇപ്പൊ വിവരമുണ്ടോ?
അതിനെപ്പറ്റി ഇപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ചോദ്യം ചെയ്യേണ്ടതല്ല, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ട വേദി അല്ല ഇത്. ഇങ്ങനെയാണെങ്കിൽ നീ കുറെ പൊളയേണ്ടി വരും ഇടി കൊണ്ട്. ഇത് കേരളീയമാണ്. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയ സംഭവം, അത് വിടുക. വിടില്ല ഞാൻ പറയണ്ട, വിടില്ല ഞാൻ. ഇപ്പൊ വേറെ വല്ലതും ഉണ്ടോ ചോദിക്കുക. അത് മോശമായി പോയി. വേറെ വല്ലതും ഉണ്ടെന്നാണോ ഇന്ന് നീ എന്നെ അങ്ങനെ കുടിക്കാൻ നോക്കണ്ട. ആളും തരവും കൊണ്ട് പെരുമാറില്ലെങ്കിൽ വാലും തലേ കാണല്ലേ പറഞ്ഞേക്കാം. പുറമേക്കുള്ള ഗൗരവൊന്നും കണക്കിലെടുക്കണ്ട, എന്നെ പോലെ തന്നെയാ. വേറെ വല്ലതും ഉണ്ടോ ചോദിക്കാൻ. ഓക്കെ ബൈ. നിനക്ക് വേറെ പണിയില്ലേ? ഈ എന്തോ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ. ഞാൻ പോണേന്ന്. ടൈം ഈസ് 12 midnight. ഗുഡ് നൈറ്റ്.